ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആറ്റുകാൽ പൊങ്കാല ദിവസമാണ് കേട്ടോ. അപ്പോൾ പൊങ്കാലയ്ക്ക് വേണ്ടി തലേദിവസം തന്നെ ഞാൻ പൂജക്കടയിൽ പോയി പൂജാ സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. പൊങ്കാലയ്ക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ കിട്ടുമായിരുന്നു. അപ്പോൾ എല്ലാം അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിനുശേഷം വീടെല്ലാം കഴുകി വൃത്തിയാക്കി 3 ദിവസം കൊണ്ടുള്ള പരിപാടിയായിരുന്നു. വ്രതമായിരുന്നു. മത്സ്യം മാംസം എല്ലാം ഒഴിവാക്കിയിട്ട് വീടെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം രാവിലെ പൊങ്കാലയുടെ ദിവസം വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റ്. വെളുപ്പിനെ എണീറ്റതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പൊങ്കാല സമയം 9:45 ആണെങ്കിലും നമുക്ക് വീട്ടിലെ കാര്യങ്ങളും കൂടെ എല്ലാം ചെയ്ത് തീർത്തിട്ട് വേണം പൊങ്കാലയ്ക്ക് ഇറങ്ങാൻ. പൊങ്കാലയ്ക്കായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൊങ്കാല തളിച്ചതിന് ശേഷം മാത്രമേ അകത്തോട്ട് കയറത്തുള്ളൂ. അപ്പോൾ 2:15 പൊങ്കാല തളിക്കുന്ന സമയം. അതുകൊണ്ട് രാവിലെ മോളെ സ്കൂളിൽ വിടണം. വലിയ ആൾക്ക് ക്ലാസ്സില്ല, ചെറിയ മോൾക്ക് ക്ലാസ്സുണ്ട്. അപ്പം ഞാൻ ആദ്യം പൂജാമുറി ചെന്ന് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് എല്ലാം മംഗളമാക്കി തരണമെന്നെല്ലാം പ്രാർത്ഥിച്ചിട്ട് നേരെ അടുക്കളയിൽ വന്നു പയറ് കഴുകി വറക്കാമെന്ന് വിചാരിച്ചു. അവലും മലരും എല്ലാം ഞാൻ തലേദിവസം തന്നെ പാറ്റിപ്പുറുക്കിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ ചെയ്തില്ല. അപ്പോൾ ഞാൻ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു. പൊങ്കാലയുടെ കാര്യമായതുകൊണ്ട് അത് അന്ന് രാവിലെ തന്നെ ചെയ്യാമെന്ന് കരുതി. ഇത് മണ്ടപ്പുറ്റിന് വേണ്ടിയുള്ളതാണ്. മണ്ടപ്പുറ്റിന് ചെറുപയർ വറുത്ത് പൊടിച്ചതും അരിപ്പൊടിയും ഏലക്ക, ചുക്ക്, ശർക്കര, തേങ്ങ, നെയ്യ് ഇതെല്ലാം കൂടെ ചേർത്ത് കുഴച്ചെടുക്കുന്നതാണ് മണ്ടപ്പുറ്റ്. അപ്പം അതിന് വേണ്ടി പയറെല്ലാം വറുത്ത് പൊടിച്ച് വെച്ചു. അതിനുശേഷം മോളെ സ്കൂളിൽ വിടാൻ വേണ്ടി ഇഡ്ഡലി ഉണ്ടാക്കി, ദോശയും ഉണ്ടാക്കി. അതിനുശേഷം അവിടെ യൂണിഫോം എല്ലാം തേച്ചെല്ലാം കൊടുത്തു. കാപ്പി ഇട്ട് വെച്ചു. ഇനി അവരെണീറ്റ് വരട്ടെ. അപ്പോൾ അവർ വരുന്ന സമയം കൊണ്ട് ഞാൻ എല്ലാം ഒതുക്കി വെക്കാമെന്ന് കരുതി. എന്നിട്ട് ഞാൻ പിന്നെ തെരളിയപ്പത്തിന് വേണ്ടിയുള്ള വയനിലയെല്ലാം കഴുകി പെറുക്കി വെച്ചു. അതിനുശേഷം ഇനി ചമ്മന്തി അരയ്ക്കാം. ചോറ് വെച്ചിട്ട് അത് അടച്ചു. പൊങ്കാലയ്ക്ക് വേണ്ട പാത്രങ്ങളെല്ലാം കഴുകി പെറുക്കി വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന പാത്രങ്ങളല്ല എടുക്കുന്നത്. അല്ലാതെ കുറച്ച് പാത്രങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്തിട്ടാണ് പൊങ്കാലയ്ക്ക് എടുക്കുന്നത്. അതിനുശേഷം ഈ ജോലിയെല്ലാം ഒന്ന് തീർത്തിട്ട് വേണം ഒന്നുകൂടെ പോയി കുളിക്കുകയും വേണം. കാരണം ഇതെല്ലാം നമ്മൾ ചെയ്തതല്ലേ. അപ്പോൾ പൊങ്കാല ഇടുന്നതിന് മുമ്പ് ഒന്നുകൂടെ കുളിക്കുകയും വേണം. അപ്പോൾ തലേദിവസം ഞാൻ എല്ലാം വീടിൻ്റെ ഫ്രണ്ട് വശം എല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം ഇട്ടതാണെങ്കിലും പിറ്റേ ദിവസം രാവിലെ പൊങ്കാല ഇടുന്ന സമയത്തിന് മുന്നേ ഞാൻ പോയി എല്ലായിടും ഒന്ന് വീണ്ടും വെള്ളം തളിച്ച് ഇനി ഇത് ഉണങ്ങിയിട്ട് വേണം ഇവിടെ ഇടാൻ വേണ്ടി. ഇവിടെ ഇടാം, അല്ലെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിലാണ്. സാധാരണ ഞാൻ എപ്പോഴും വീടിൻ്റെ ഫ്രണ്ട് വശം തന്നെയാണ്, പടിയുടെ വാതിൽക്കൽ തന്നെയാണ് ഇടുന്നത്. പക്ഷേ ഭയങ്കര കാറ്റാണ്, വെയിൽ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വാതിൽക്കൽ തന്നെയാണ് ഇട്ടത്. വെയിലിനെ എങ്ങനെയും സഹിക്കാൻ പോട്ടെ, പക്ഷേ കാറ്റ് നമുക്ക് എപ്പോഴും വിളക്കണയും. ഭയങ്കര കാറ്റാണ്. അല്ലാതെ ഒന്നും ഇരുന്നാൽ കാറ്റ് പോലും വരില്ല. അതിനുശേഷം മോളെ എല്ലാം വിട്ടേച്ച് ഞാൻ ഓടിപ്പോയി കുളിച്ച് സെറ്റും മുണ്ട് കൊടുക്കും. ആറ്റുകാൽ പൊങ്കാല ഇടുമ്പോൾ സെറ്റും മുണ്ട് കൊടുക്കും. പുതിയതല്ല കേട്ടോ, തലേദിവസം എല്ലാം കഴുകി വൃത്തിയാക്കിയതാണ്. എല്ലാ സാധനങ്ങളും 3 ദിവസം വ്രതം എടുത്ത് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് വീട്ടിൽ പൊങ്കാല ഇടുന്നത്. വീട്ടിൽ പൊങ്കാല ഇടുമ്പോൾ ഇച്ചിരി നമുക്ക് ജോലി കൂടുതലാണ്, എങ്കിലും കുഴപ്പമില്ല. അമ്മയ്ക്ക് വേണ്ടി ആകുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെയാണ് ചെയ്യുന്നതും. ഇതെല്ലാം ഇട്ട് പൂർണ്ണത എത്തുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പം അണ്ണനും ഉണ്ട്, അണ്ണൻ പോയിട്ടില്ല. കഴിഞ്ഞ വർഷം തൊട്ടാണ് ഞാൻ ആറ്റുകാൽ പൊങ്കാല ഇടാൻ തുടങ്ങിയത്. എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വിഷമമുള്ള ഒരു സാഹചര്യത്തിൽ നിന്നെടുത്തതെന്നാണ്. ഞാൻ ആറ്റുകാൽ പൊങ്കാല കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഈ മണ്ടപ്പുറ്റ്, തെരളിയപ്പം ഇതെല്ലാം ഉണ്ടാക്കുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുമുണ്ട്, എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതെന്താണെന്ന് നമുക്കറിയില്ലായിരുന്നു. ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിച്ചിരുന്നൊരവസ്ഥയിലാണ് അമ്മയുടെ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യങ്ങളും അതിൻ്റെ ഐതിഹ്യങ്ങളും ഒക്കെ ഞാൻ കേട്ട് തുടങ്ങിയത്. അപ്പോൾ ഐതിഹ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ടും ഞാൻ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കേണ്ട ഒരാൾ തന്നെയാണ്. കാരണം അന്ന് ഞാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. കാരണം അമ്മയുടെ ഒരുപാട് ഐതിഹ്യങ്ങളിൽ ഒരു ഐതിഹ്യം എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിനെ ടച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇടണം. കാരണം എൻ്റെ മനസ്സിൻ്റെ വിഷമം മാറാൻ ഞാനിത് ഇടുന്നത് എനിക്ക് അനുയോജ്യമായിരിക്കുമെന്ന് തോന്നിയെടുത്തു നിന്നാണ് ഞാനിത് ഇട്ട് തുടങ്ങാൻ ആരംഭിച്ചത്. ആദ്യത്തെ വർഷം ഞാൻ ശർക്കര പൊങ്കാലയും തെരളിയപ്പവും മണ്ടപ്പുറ്റുമാണ് ഉണ്ടാക്കിയത്. കണ്ടും കേട്ടുമുള്ള അറിവിനാലാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഇത് തെരളിയപ്പത്തിനുള്ളതാണ്. ഇതിനകത്ത് അരിപ്പൊടി, പഴം, തേങ്ങ, ശർക്കര, നെയ്യ്, ചുക്കും ഏലക്കയും പൊടിച്ചത് ഇതെല്ലാം ചേർത്ത് കുഴച്ച് വയനയിലേക്കകത്ത് ഈർക്കിലിയെ കോർത്ത് മാല പോലാക്കി ആവി കയറ്റി എടുക്കുന്നതാണ് തെരളിയപ്പം. മണ്ടപ്പുറ്റിൻ്റെയാണ് ഇത്. മണ്ടപ്പുറ്റിന് ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഴച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഞാൻ വെള്ളം ചേർത്തല്ല കുഴയ്ക്കുന്നത്. ശർക്കരയുടെയും തേങ്ങയുടെയും ആ വെള്ളത്തിനകത്ത് നനഞ്ഞ് വരും. നമ്മളത് ഉരുട്ടി പിടിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും വരാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് അത് ഞാൻ കുഴച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ടി വിയിൽ ഓണാക്കി ഇട്ടേക്കും. അപ്പോൾ ടി വിക്കകത്ത് ന്യൂസിനകത്തോ ലൈവിനകത്തോ പറയുന്ന സമയം വെച്ചാണ് നമ്മൾ അടുപ്പിൽ തീ വെക്കുന്നത്. അങ്ങനെ ഇന്ന് ഞാൻ 5 ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ശർക്കര, പാൽപ്പായസം, മണ്ടപ്പുറ്റ്, തെരളിയപ്പം, അട. അപ്പം ഒരെണ്ണത്തിനകത്ത് അണ്ണം കത്തിക്കാമെന്ന് പറഞ്ഞു, ഒരെണ്ണം ഞാൻ കത്തിച്ചു. അങ്ങനെ ഗണപതി ഒരുക്കും എല്ലാം വെച്ചിട്ട് പ്രാർത്ഥിച്ച് അടുപ്പ് കത്തിച്ചു. അതിനുശേഷം അരിക്കെല്ലാം കഴുകുകയാണ്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഫസ്റ്റ് ഇട്ടതിന് ശേഷമാണ് അണ്ണൻ ഇടുന്നത് കേട്ടോ. ഞാൻ 3 വട്ടം കലത്തിന് ഒഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടതിന് ശേഷമാണ് അണ്ണൻ ഇട്ടത്. ഈ പാൽപ്പായസത്തിനകത്ത് ഞാൻ മാത്രമേ ഇട്ടുള്ളൂ. കാരണം ഇത് എൻ്റെ മനസ്സുകൊണ്ട് ഇപ്രാവശ്യം എനിക്ക് തോന്നിയതാണ്. ഇതെല്ലാം പൂർത്തീകരിക്കാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് ഞാൻ ഇതെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അന്നേരം ശർക്കര
വെന്ത് വരുമ്പോഴത്തേക്കും ആ അടുപ്പിൽ തന്നെ നമുക്ക് ഇതെടുത്ത് വെക്കാം. ഇനി ഓരോന്നും വേവിച്ചെടുക്കണം. നമുക്ക് സമാധാനത്തെ പ്രാർത്ഥനയോടെ ഇരുന്ന് ഉണ്ടാക്കാനുള്ള എല്ലാ സമയമുണ്ട്. കാരണം 2:15 ആകുമ്പോഴത്തേക്കും എല്ലാം പൂർത്തിയായാൽ മതിയല്ലോ. അതിന് മുമ്പ് ഇതെല്ലാം ഉണ്ടാക്കി ഇപ്പോൾ കഴിഞ്ഞു. 12 മണി ആയപ്പോഴേ എല്ലാം തീർന്നു. അതിനുശേഷം പിന്നെ വെളിയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥനയെല്ലാം ആയിട്ട് വെളിയിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അണ്ണനും എൻ്റെ കൂടെ ഇരിക്കും കേട്ടോ. അങ്ങനെ പൊങ്കാല തിളച്ച് തൂകി കേട്ടോ. അയ്യോ, ഈ സമയത്ത് ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് അടുത്ത വർഷം ഇടാനുള്ള അവസരം തരണേ അമ്മേ എന്നാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത്. കാരണം ആ ഒരു പൊങ്കാല സമയമെന്ന് കേൾക്കുമ്പം ഇടാൻ പറ്റുമോ കാരണം എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ ഈ ഒരു ദിവസം ഇന്നിപ്പോൾ ഇതിട്ടു അടുത്ത ഈ ഒരു സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എല്ലാവരുടെയും മനസ്സിൽ ഇടാൻ പറ്റണം, തടസ്സങ്ങൾ കൂടാതെ ഇടാൻ പറ്റണമെന്നൊരു ഒറ്റ ചിന്തയേ ഉള്ളൂ. എനിക്കും അങ്ങനെ തന്നെയാണ്. ഇത് തിളച്ച് തൂകുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന അടുത്ത വർഷവും എനിക്ക് ഇടാനുള്ള അവസരം തരണേ എന്നാണ്. അമ്മ തരുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അടുത്ത് ഇതിനകത്തേക്ക് ഇടാനുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് ഞാൻ ഇനി എടുത്ത് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് പൊങ്കാലയ്ക്കകത്ത് ഇടേണ്ടത് എന്തൊക്കെയാണെന്ന്. ഇത് പഞ്ചസാര ചേർത്ത് പാൽപ്പായസം ആയതുകൊണ്ട്. അപ്പോഴത്തേക്കും ഞാൻ പോയി ബാക്കി തിരളിയപ്പത്തിൻ്റെ എല്ലാം റെഡിയാക്കി വെച്ചു. കാരണം ശർക്കര പൊങ്കാല ഇറക്കുമ്പോൾ ആ അടുപ്പിലോട്ട് ഇതങ്ങോട്ട് വേഗം വെക്കാമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ പടപെടാതെ നമുക്ക് ജോലിയെല്ലാം തീർക്കുകയും ചെയ്യാൻ പറ്റും ഓരോന്നോരോന്നായിട്ട്. ഇതിപ്പം ഈ പൊങ്കാലയുടെ എല്ലാം സാധനങ്ങൾ ഞാൻ മണ്ടപ്പുറ്റ് മാത്രമേ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കിയുള്ളൂ. കാരണം മക്കൾക്കെല്ലാം ഇഷ്ടമാണ്. അത് മാത്രമല്ല ഒന്നും കഴിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ ഇതിനി നിവേദിച്ച് കഴിയുമ്പം 2:15 ഇതെല്ലാം എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ എന്തെങ്കിലും കഴിക്കത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതെല്ലാം ഞങ്ങൾ തന്നെ കൂടുതലും കഴിച്ചു എന്നുള്ളതാണ് സത്യം. പിന്നെ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തു, എങ്കിലും ഞങ്ങൾ തന്നെയാണ് കൂടുതലും കഴിച്ചത്. വിശന്ന് പോയി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും. അങ്ങനെ അത് രണ്ടും വേവിച്ചിറക്കി വെച്ചു. അടുത്ത് ഇനി ഇഡ്ഡലിക്കുട്ടവും എടുത്ത് വെക്കാം. അപ്പം തിരളിയപ്പം വേവുന്ന സമയം കൊണ്ട് ഞാൻ ഓടിപ്പോയി അടയ്ക്കുള്ളത് വെച്ചു. അടയ്ക്കകത്ത് അവലും മലരും ശർക്കരയും ഏലക്കയും തേങ്ങാപ്പീരയും വെച്ചാണ് അട ഉണ്ടാക്കിയത്. ഞാനൊരു 5 എണ്ണമേ ഉണ്ടാക്കിയുള്ളൂ. ഇത് ഞങ്ങൾ തന്നെ തിന്ന് തീർക്കുകയായിരുന്നു. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ നല്ല വിശപ്പ്. അപ്പം ഞങ്ങൾക്ക് തിന്ന് തീർക്കുന്ന അറിയത്ത് പോലുമില്ല. ഇത് ഇന്ന് ഉറുമ്പുകൾക്കെല്ലാം ആഹാരമായിരുന്നു. ഒരു കട്ടൂറും മുന്തിരിങ്ങയെ കിടന്ന് പിടിക്കുക. മുന്തിരിങ്ങ പൊക്കിക്കൊണ്ട് പോകാൻ പറ്റത്തില്ലെന്ന് കണ്ടപ്പോൾ കിട്ടിയ മലരും കൊണ്ട് പുള്ളി ഓടിയിട്ടുണ്ട്. അടുത്ത ഞാൻ അട വേവുന്ന സമയം കൊണ്ട് മണ്ടപ്പുറ്റെല്ലാം കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇത്രയും കുഴയ്ക്കുന്ന കണ്ടപ്പം അണ്ണനും ഓടി വന്നു. അണ്ണനും കൂടെ എന്നെ എല്ലാം സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോടെ എല്ലാം പൂർത്തിയാക്കി. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് മണ്ടപ്പുറ്റ് കേട്ടോ, തിരളിയപ്പം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നമ്മുടെ മനസ്സുപോലെ അമ്മയ്ക്ക് സമർപ്പിക്കാം. അപ്പോഴത്തേക്കും അട വെന്ത് വന്നു. അപ്പം അണ്ണൻ ആദ്യം പറഞ്ഞു ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു. കാരണം എൻ്റെ കൈ പൊള്ളുന്ന പോലെ തോന്നി ആവി അടിച്ചിട്ട്. അപ്പോൾ കുറേ അണ്ണൻ എടുത്തു തന്നു. അണ്ണൻ്റെ കൈ പൊള്ളി തുടങ്ങിയപ്പോൾ ഞാനും കൂടെ എടുക്കാമെന്ന് പറഞ്ഞ് ഞാനും കൂടെ എടുത്തിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മണ്ടപ്പൂറ്റെല്ലാം അതിനകത്തോട്ട് വെച്ച് കൊടുത്തു. ഇനി ഇത് ആവി കയറുന്ന സമയത്ത് നമുക്കവിടെ വെളിയിൽ തന്നെ ഇരുന്ന് എല്ലാം പ്രാർത്ഥിക്കാം. അണ്ണനും എൻ്റെ കൂടെ എല്ലാം ചെയ്യാനുണ്ട്. അണ്ണനും എന്നോട് വെളിയിൽ തന്നെ ഇരുന്ന് എല്ലാം ഒന്നിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം. അതിനുശേഷം മോളെ പോയിഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ പൊങ്കാല നിവേദിക്കാൻ സമയമായെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ എല്ലാം വേഗം കർപ്പൂരം എല്ലാം ഒഴിഞ്ഞ് പൊങ്കാല തളിച്ചു. ഇന്ന് ഗ്രഹണ സമയമാണ്. അപ്പം 3 മണി തൊട്ട് ഗ്രഹണമാണ്. അപ്പോൾ അതിന് മുമ്പേ എല്ലാം കഴുകി വൃത്തിയാക്കി പൂജാമുറി അടയ്ക്കണം, പ്രസാദവും എല്ലാം കഴിക്കണം, വിളക്കെല്ലാം കഴുകി വെക്കണം. അപ്പോൾ എല്ലാം പടയുന്നു ചെയ്തു. പിന്നൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിന്നെ എല്ലാവർക്കും പ്രസാദം കൊണ്ട് കൊടുത്ത് അമ്പലത്തിലും പോയി. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. പൂച്ച ഇന്നും വ്രതമാണെന്ന് കണ്ടപ്പോൾ പൂച്ച അതിൻ്റെ പാട്ടിന് പോയി. അപ്പം ടാറ്റാ.